ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പുതിയ വീഡിയോകൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ പോയേക്കുന്നത് ബലേഗിയിൽ കാണാനാണ്. ആദ്യം ഞങ്ങൾ ടിക്കറ്റ് എടുത്തിട്ട് കണ്ടത് വലിയ സ്റ്റാറാണ്. അതിൻ്റെ കൂടെ ചെറിയ സ്റ്റാർസും കൂടി ഉണ്ട്. തണുപ്പത്ത് നടന്ന് എൻ്റെ സൗണ്ട് പോയി ചുമയും ഉണ്ട്. അടുത്ത ഞങ്ങൾ പോയത് നമ്മുടെ ബെത്ലഹേമിലേക്കാണ്. ആദ്യം ഞാൻ അവിടെ ചെന്നപ്പോൾ ഒരാടും അതിൻ്റെ രണ്ട് കുട്ടികളും നിൽക്കണമായിരുന്നു കണ്ടത്. എനിക്കതിന് തോന്നണമെന്നൊക്കെ ഉണ്ടായിരുന്നു. അതാണെങ്കിൽ നല്ല ക്യൂട്ടായിരുന്നു അല്ലേ. ചോട്ടുവിനും ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. ചോട്ടു ആദ്യമായിട്ടായിരുന്നു ആട്ടുകുട്ടികളെയും ആടിനെയും കാണുന്നത്. പയ്യനെ ആട്ടുകുട്ടിയൊക്കെ തൊടാൻ നോക്കി. പിന്നെ അവസാനം ഒന്ന് പയ്യെ ചെന്ന് ആട്ടുകുട്ടിയും തൊട്ടു, ആടിനെയും തൊട്ടു. പക്ഷേ ചോറിന് മാത്രം ആട്ടുകുട്ടിയെ തൊടാൻ പറ്റില്ല. അപ്പയുടെ കയ്യിൽ എന്താണ്. അവിടെ വന്ന കുട്ടികൾക്ക് എല്ലാവർക്കും ആടിനെ ഇഷ്ടപ്പെട്ടായിരുന്നു. തൊടാനൊക്കെ നോക്കിയിരുന്നു. ഞാൻ ആടിൻ്റെ അവിടെ കുറേ നേരം സ്പെൻഡ് ചെയ്തിട്ട് പിന്നെ അടുത്ത സ്ഥലത്തേക്ക് പോയി. അടുത്ത ഞങ്ങൾ പോയത് ഒരു ഡോങ്കിയുടെ ഞങ്ങൾ അതിൻ്റെ അടുത്തേക്ക് ചെന്നപ്പോൾ പാവം അത് ഒറ്റയ്ക്ക് എന്തോ കഴിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പം ഞാനൊരു കുട്ടി പറയുവാണ്, ഇത് കടിക്കുമെന്ന്. ഡോങ്കി കടിക്കുമോ? നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ഞാൻ ആദ്യമായിട്ടാണ് റിയലായിട്ട് ഡോങ്കിനെ തന്നെ കാണുന്നത്. പിന്നെ ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് പോകുന്ന വഴിക്ക് കുറേ വെള്ളച്ചാട്ടവും ലൈറ്റ്സും ഒക്കെ ഉണ്ടായിരുന്നു. കാർണിവലിൻ്റെ എല്ലാ സ്ഥലവും നല്ലോണം ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അടുത്ത സ്ഥലത്ത് ഞങ്ങൾ പോയപ്പോൾ ഒരു ഡോങ്കിയും കൂടി ഉണ്ടായിരുന്നു. അതിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് കുറേ ലൈറ്റ്സും ഉണ്ടായിരുന്നു. അതൊക്കെ കണ്ട് ഞങ്ങൾ പിന്നെയും മുന്നോട്ട് പോവുകയാണ്. ചോട്ടു ആണെങ്കിൽ അപ്പയുടെ കയ്യിൽ നിന്ന് ഇറങ്ങാതെ അപ്പയുടെ കൈ തന്നെ ഇരിക്കുക. അപ്പം ഞാനൊരു കാര്യം പറയാൻ മറന്നുപോയേ. ലിജനങ്കളും ആൻറ്റിയും അന്നക്കുട്ടിയുടെ അനിയനും അവരുടെ അമ്മൂമ്മയും ഉണ്ടായിരുന്നു ഞങ്ങളുടെ കൂടെ കാർണിവൽ കാണാൻ. പിന്നെ അവിടെ റൂമിലായിട്ട് മെഡിക്കൽ എക്സിബിഷനും ഉണ്ടായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഇതെല്ലാം കാണുന്നത്. ഒരു കുഞ്ഞുവാവ വയറ്റിൽ വളർന്നു വരുന്ന ഓരോ സ്റ്റേജും ഓരോ ബോക്സിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഇതെനിക്കൊരു പുതിയ അനുഭവമായിരുന്നു. ഇത് ഞാൻ ആദ്യമായിട്ടാണല്ലോ കാണുന്നത്. ഇങ്ങനെയൊക്കെ ആയിട്ടുണ്ടാവുമല്ലോ ഞാനും ജനിച്ചത്. ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് വേറെ സ്ഥലത്തേക്ക് പോകുമ്പോഴാണല്ലോ ഞങ്ങൾ ഗ്യൂഡ്മോനെ പോലെ ഒരു പട്ടീനെ കണ്ടത്. അടുത്ത ഞങ്ങൾ പോയതൊരു പെറ്റ്സിൻ്റെ സ്ഥലത്തേക്കാണ്. ആദ്യം തന്നെ ഒരു മയിലും അവിടെ നിന്ന് ഞങ്ങളെ ഒളിഞ്ഞു നോക്കണ പോലെയായിരുന്നു എനിക്ക് തോന്നിയത്. മയിലിനെ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു വേസ്റ്റ് മെറ്റീരിയൽ കൊണ്ടാണ്. മയിൽപ്പീലി മാത്രമാണ് ഒറിജിനൽ. പിന്നെ ഞങ്ങൾ അകത്തേക്ക് കയറിയപ്പോൾ അവിടെ നിറച്ച് തത്തകളായിരുന്നു. ഒരു കൂട്ടിനകത്ത് കുറേ തത്തകളെ വെച്ചിട്ടുണ്ടായിരുന്നു. തത്ത, ലവ് ബേർഡ്സ്, അങ്ങനെ ഒത്തിരി ബേർഡ്സ് ഉണ്ടായിരുന്നു. ഇപ്പം ഞാൻ ചോദിന് ഹാപ്പി ആയി തുടങ്ങിയത്. ചോദിന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള പെറ്റ്സിനെയാണ്. പെസൻസ് ഉണ്ടായിരുന്നു. പിന്നെ വേറെയും കുറേ ബേർഡ്സും ഉണ്ടായിരുന്നു. ഞാനൊരു കാര്യം വിചാരിക്കുമായിരുന്നു. പെസൻസിൻ്റെയൊക്കെ ചെറിയ കൂടായിരുന്നു. അതിന് എഴുന്നേറ്റ് നിൽക്കാൻ പോലും പറ്റൂലായിരുന്നു. അവർ പാവമല്ലേ. അവർക്ക് കുറച്ചും കൂടി വലിയ കൂട് കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ അവർക്ക് നന്നായിട്ട് നടക്കാനൊക്കെ പറ്റുമായിരുന്നു. പിന്നെ ഞങ്ങൾ നേരെ പോയപ്പോൾ കണ്ടതാണ് എൻ്റെ ഫേവറേറ്റ് സാധനം, മുയൽ. എനിക്ക് മുയൽ ഇഷ്ടമാണ്. പിന്നെ ഞങ്ങൾ അടുത്ത സ്ഥലത്ത് പോയത് ഫിഷിൻ്റെ സെക്ഷനാണ്. ഒരു കാറിനകത്ത് ഫിഷിനെയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെയാണെങ്കിലോ അത് കഴിഞ്ഞ് പോകുമ്പോഴോ ഒരു വലിയ കൂടിൽ ബേർഡ്സ് വെച്ചിട്ടും പിന്നെ ഫിഷ് വെച്ചിട്ടും അതിൻ്റെ അപ്പുറത്ത് ഒരു ക്രിസ്മസ് അപ്പൂപ്പൻ മീൻ പിടിക്കുന്ന പോലെയും ഉണ്ടായിരുന്നു. ചോട്ടു ആണെങ്കിൽ അപ്പുറത്ത് അങ്ങോട്ട് പോവാം ഇങ്ങോട്ട് പോവാന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. മുള്ളമ്പന്നി ഉണ്ടായിരുന്നു, ഹാംസ്റ്റർ ഉണ്ടായിരുന്നു, പിന്നെ വേറെയും കുറേ ആനിമൽസും ഉണ്ടായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ സാന്താക്ലോസ് മീൻ പിടിക്കണമെന്ന്, അതാണിത്. ഞാൻ നോക്കി നിൽക്കുമായിരുന്നു വെള്ളത്തിനകത്ത് നിന്ന് എന്തോ സംഭവം വരുന്നതെന്ന്. നിങ്ങൾക്കാർക്കെങ്കിലും അറിയാമെങ്കിൽ അത് കമൻറ്റ് ചെയ്തേക്കുന്നേ.
എന്തായാലും സംഭവം കൊള്ളായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ പിന്നെയും കുറേ നേരം തന്നെ അത് നോക്കിക്കൊണ്ടിരുന്നു. പിന്നെ ഞാൻ മുമ്പിലോട്ട് നടന്നപ്പോൾ പെസൻസ് ഉണ്ടായിരുന്നു, ടർക്കിക്കോഴി ഉണ്ടായിരുന്നു, പിന്നെ കുറേ കോഴികളും ഉണ്ടായിരുന്നു. ചോട്ടു ആണെങ്കിൽ അതിനെയൊക്കെ വാ വാ വാന്ന് കൈ കാണിച്ചുകൊണ്ടിരിക്കുക. ഇനിയാണ് നിങ്ങളോട് നല്ല രസകരമായ കാര്യം പറയാനുള്ളത്. കണ്ടോ അതിനകത്തൊരു ജീവനുള്ള പൂച്ച കിടക്കുന്നത്? പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് അടുത്ത സ്ഥലത്തേക്ക് പോയി. അവിടെയാണെങ്കിൽ നല്ലോണം ലൈറ്റൊക്കെ വെച്ചിട്ട് ഡെക്കറേഷൻ ചെയ്തായിരുന്നു. അവിടെ നിന്ന് ഞങ്ങൾ ഫോട്ടോയൊക്കെ എടുത്തു. ഒത്തിരി പേര് റീൽസും എടുക്കുന്നുണ്ടായിരുന്നു. അവിടെ ഒരു സാൻഡ നിൽക്കുകയും കുറേ പേരോട് ഡാൻസും കളിക്കുകയും പിന്നെ ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു. സാൻഡയെ കണ്ടപ്പോൾ താഴെ നിന്ന ചോട്ടു അപ്പയെ എടുക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞിട്ടുകൊണ്ടിരിക്കുക. ചോട്ടുവിനാണെങ്കിൽ സാൻഡയെ കണ്ടിങ്ങനെ പേടിയായി നിൽക്കുക. കണ്ടോ അവർ എന്ത് ഭംഗിയായിട്ടാണ് ഡെക്കറേഷനൊക്കെ ചെയ്തേക്കുന്നത്. അടുത്ത ഞങ്ങൾ പോയത് ഒട്ടക സവാരി. അവിടെയാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒട്ടകത്തിൽ കയറുന്നത്. പക്ഷെ അവിടെ കുതിര ഉണ്ടായിരുന്നു. ബട്ട് ഞാൻ കുതിരയെ കയറിയില്ല. ഞാൻ എപ്പോഴും കുതിരയെ കയറുന്നതാണ്. പിന്നെ അവിടെ പ്ലേ ഏരിയ ഉണ്ടായിരുന്നു. പക്ഷെ അവിടെ ഒത്തിരി ലേറ്റ് ആയതുകൊണ്ട് ഞങ്ങൾ അവിടെ ഒന്നും കയറാൻ നിന്നില്ല. പിന്നെ അവിടെ നിന്ന് ടോയ്സൊക്കെ വാങ്ങിച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങാൻ പോവുകയാണ്. ചില റൈഡൊക്കെ കണ്ട് കയറാൻ ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷെ ഒത്തിരി ലേറ്റായിപ്പോയി. അതുകൊണ്ട് കയറണ്ടെന്ന് വിചാരിച്ചു. അപ്പം എൻ്റെ വീഡിയോ എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ എനിക്ക് ലൈക്കൊക്കെ ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണേ. അപ്പം ഇനി ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ്. അടുത്ത വീഡിയോ വരുന്നവരെ ഇറ്റ്സ് മീ ഒലിൻ സൈലൻസ് സൈനിങ് ഓഫ്.